നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറാൻ്റെ യുദ്ധത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഒരു ഘടകമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിലെ അവസ്ഥ എന്താണ്? ഇസ്രായേൽ ജനങ്ങളിപ്പോൾ ഭൂമിക്കടിയിലാണ് ജീവിക്കുന്നത്. സത്യത്തിൽ എനിക്ക് അവരോട് വളരെ വലിയ സഹതാപമുണ്ട്. കാരണം അവിടുത്തെ ഒരു ഭരണാധികാരിയുടെ വിവരമില്ലായ്മ മൂലം അവരാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും ബങ്കറുകളിലാണ്. നമ്മുടെ നാട്ടിൽ ഹർത്താൽ വരുമ്പോൾ നമുക്ക് വീട്ടിനുള്ളിലിരിക്കാം, ഭൂമിക്കടിയിലേക്ക് പോകണ്ട. പക്ഷെ ഇപ്പോൾ അവർക്ക് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സമയത്തും എവിടെയും മിസൈൽ വന്ന് വീഴാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് നെതന്യാഹു ഗ്രീസിലേക്ക് മുങ്ങിയതായിട്ടുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. നിരവധി മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അതായത് നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം, അവരുടെ എയർഫോഴ്സ് 1 ഏഥൻസിലെത്തി. അത് ഏഥൻസിലേക്ക് പോകുന്നത് 2 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ്. പക്ഷെ നെതന്യാഹു അതിലുണ്ടായിരുന്നില്ല. നെതന്യാഹു ഇസ്രായേൽ തന്നെയാണ് എന്നുള്ള ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. നെതന്യാഹു പോയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഫ്ലൈറ്റ് പോയത്? അഥവാ ഫ്ലൈറ്റ് തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടതാണെങ്കിൽ എന്തിനാണ് അതിന് 2 യുദ്ധവിമാനങ്ങളുടെ അകമ്പടി? ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതങ്ങനെയൊന്നുമല്ല. നെതന്യാഹു ഇസ്രായേൽ തന്നെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഏതോ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഒരു തകർന്ന കെട്ടിടത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നെതന്യാഹു സംസാരിക്കുന്നു എന്ന് പറയട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഘടകത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എപ്പോഴും ചതിയിലൂടെയാണ് കാര്യങ്ങൾ നേടുന്നത്. പൊതുജനങ്ങളെ ചതിക്കുക, അവരുടെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ചതിക്കുക. ഇറാനിൽ അവർ ആക്രമണം നടത്തിയതും ചതിയിലൂടെയാണ്. മൊസാദിൻ്റെ ചാരന്മാരെ അവിടേക്ക് കടത്തിവിട്ട്, വളരെ മുമ്പ് തന്നെ കടത്തിവിട്ട് അവിടെ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ സംഘടിപ്പിച്ച് ആ രാജ്യത്തിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവരെ ആക്രമിക്കാനുള്ള സംവിധാനം ഒരുക്കി വെച്ചിട്ട് നെതന്യാഹുവിൻ്റെ ഗ്രീൻ സിഗ്നലിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇറാൻ അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടില്ല എന്നതാണ് അവർക്ക് പറ്റിയ ഒരു പരാജയം. അങ്ങനെ നെതന്യാഹു പറഞ്ഞ സമയത്ത് അവരവിടെ സ്ഫോടനം നടത്തി. എന്തിനു വേണ്ടിയാണ് ഈ ആക്രമണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ്റെ മേലുള്ള ഉപരോധം അമേരിക്ക നീക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്രംപ് നീക്കാൻ സാധ്യതയുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രമാണ് അത് നടപ്പിലാകാതിരിക്കാൻ വേണ്ടി ഇറാനെ ഇപ്പോൾ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചത്. ഇങ്ങനെ വലിച്ചഴിക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആയുധ കച്ചവടം വളരെ നന്നായിട്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ പൊടിപിടിക്കും. അതുകൂടാതെ ഇറാനെ ആക്രമിച്ചു കഴിയുമ്പോൾ ഇറാനിലുള്ള എണ്ണപ്പാടങ്ങളോ മറ്റോ ആക്രമിക്കാൻ സാധിച്ച് അവരുടെ എണ്ണക്കച്ചവടം കുറേയൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ അതിൻ്റെ പേരിൽ എണ്ണയ്ക്ക് വില കൂട്ടാൻ പറ്റും. അതുകൂടാതെ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ മേലുള്ള ഉപരോധം നീങ്ങി ഇറാൻ ഓപ്പൺ മാർക്കറ്റിലേക്ക് അവരുടെ എണ്ണയും പ്രകൃതിവാദം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിലയുമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ലോകത്തെ എണ്ണ മാഫിയകൾക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു കാരണവശാലും ശരി ഇറാന്റെ ഉപരോധം നീങ്ങരുത് എന്ന കാരണം കൊണ്ട് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു ആക്രമണമാണ് ഇത്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ശരിക്കും ഒരു രാജ്യമല്ല. അത് ചില വമ്പൻ മാഫിയകളുടെ ഒരു വേട്ടപ്പെട്ടി മാത്രമാണ്. അവർക്ക് വേണ്ടി അവരാവശ്യപ്പെടുമ്പോൾ യുദ്ധമുണ്ടാക്കാനിരിക്കുന്ന ഒരു രാജ്യം. അതിനുവേണ്ടി അവർക്ക് ആവശ്യം പോലെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെടുമ്പോൾ ഏത് രാജ്യത്തെയാണോ ആക്രമിക്കേണ്ടത് പോയി ആക്രമിക്കണം. അത്രമാത്രമാണ് ഇസ്രായേലിൻ്റെ പണി. അതാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നടത്തിയ ആക്രമണം, ഇറാനിൽ നടത്തിയ ആക്രമണം നമുക്കറിയാം, അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, മൊസാദിൻ്റെ ഒരു ചാരനെ ഇറാൻ തൂക്കിക്കൊന്നു. അതുകൂടാതെ മറ്റ് 2 ചാരന്മാരെ ഇന്നലെ പിടികൂടി. അവരുടെ പക്കൽ നിന്നും ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ചാരന്മാർ അവിടെ ഉണ്ടോ എന്നത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാത്തിനും അവിടെ നിന്ന് പൊക്കും. ഇനിയും ഭാവിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ അവർക്കിതൊരു പാഠവുമാണ്. എനിവേ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേൽ ഈ ആക്രമണം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഇറാനെ സംബന്ധിച്ച് ഇതൊരു അപ്രതീക്ഷിത അടിയായിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കറിയാമായിരുന്നു അവർ ഇറാനെ ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കും എന്നും നെതന്യാഹുവിനും കൂട്ടർക്കും അറിയാമായിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ദിവസം തന്നെ ഇറാനെ ആക്രമിച്ചു. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ നെതന്യാഹുവിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ തിരിച്ചടി ഇസ്രായേൽ മുൻകൂട്ടി കണ്ടിരുന്നു. മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ട സകല സന്നാഹങ്ങളും അവർ ഒരുക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇറാനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചതിയിലൂടെയുള്ള ഒരടിയാണ് കിട്ടിയതെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരടിക്കുമെന്നും
അടിക്ക് തിരിച്ചടി വരുമെന്നും അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അങ്ങനെ അവർ വളരെ കാലമായിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ നടത്തി. ഇറാനിൽ നിന്നും ആക്രമണം ഏത് തരത്തിലായിരിക്കും വരുന്നതെന്നും അത് എങ്ങനെയൊക്കെ വന്നാലും ശരി ഏതൊക്കെ രൂപത്തിൽ തടയാൻ പറ്റും എന്നതിന് വേണ്ട സകല തയ്യാറെടുപ്പും നടത്തി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തയ്യാറാക്കി വെച്ച് അമേരിക്കയുടെയും മറ്റ് സഖ്യരാജ്യങ്ങളുടെയും ഒക്കെ സഹായം കൂടെ തേടി വേണ്ടത്ര ആയുധങ്ങൾ കരുതി വെച്ച് ധാരാളം ഇന്റർസെപ്റ്ററുകൾ കരുതി വെച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്താണ് അവർ പോയിട്ട് ഈ ആക്രമണം നടത്തുന്നത്. അങ്ങനെ ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യത്തേക്ക് എത്താതെ അതിനെ വഴിയിൽ വെച്ച് തന്നെ തടയാനും രാജ്യത്തിനകത്തേക്ക് വീഴാതെ തന്നെ അതിനെ ഇല്ലാതാക്കാനും ഒക്കെ തങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നെതന്യാഹു ഇറങ്ങി പുറപ്പെട്ടതും ഈ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയത്. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ്? ഇസ്രായേൽ അവരുടെ സകല കരുത്തുമെടുത്ത് ഇറാനെ തടയാൻ വേണ്ട സകല സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടും അവയെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ ചെന്ന് പതിച്ച് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഇറാൻ വിജയിച്ചു കഴിഞ്ഞു. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്കല്ല. അവരുടെ ഒപ്പം ലോക പോലീസായ അമേരിക്കയുണ്ട്, മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ആവശ്യം പോലെ പണമുണ്ട്, അവർക്ക് ഉപരോധമില്ല, വലിയ സാങ്കേതിക വിദ്യയുണ്ട്, ഏത് തരത്തിലുള്ള ആയുധം വേണമെങ്കിലും അവർക്ക് കിട്ടും. ഇങ്ങനെയെല്ലാമുള്ള ഇസ്രായേൽ. അതുകൂടാതെ നമുക്കൊരു കാര്യം കൂടി അറിയാം, ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. ഈ ചെറിയ രാജ്യത്തെ പുറത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ അവർക്ക് താരതമ്യേന വളരെ എളുപ്പമാണ്. കാരണം ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും വേണ്ട. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ വളരെ വലിയൊരു രാജ്യമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആക്രമണം ചെല്ലുമ്പോൾ അവർക്ക് എത്രയധികം വലിയ വിപുലമായ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിലാണ് അതിനൊക്കെ തടയാൻ സാധിക്കുക. നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ചെറിയ രാജ്യമാണ്, ആവശ്യം പോലെ പണമുള്ള രാജ്യമാണ്, അമേരിക്കയുടെ സപ്പോർട്ടുള്ള രാജ്യമാണ്. അവർക്ക് അവരുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കും. അത്ര ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം അവർക്ക് അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാര്യം ചെറിയ രാജ്യമാണ്. എന്നിട്ടുകൂടി ഇറാനെ തടയാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വരുമ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ ഒന്നാമത്തെ ദിവസം തന്നെ വിജയിച്ചു കഴിഞ്ഞു. കാരണം ഇസ്രായേലിൻ്റെ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രതിരോധിച്ച് വേണം ഇത്ര അകലെ നിന്നും ഇറാൻ വിടുന്ന മിസൈലുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ ഇറാൻ തൊട്ടടുത്ത് നിന്നാണ് മിസൈൽ വിടുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മിസൈൽ വിടുന്നത് പോലെ തൊട്ടടുത്തുള്ള ഒരു ബോർഡർ രാജ്യമാണെന്നുണ്ടെങ്കിൽ സംഗതി കുറെ കൂടി എളുപ്പമാണ്. എന്നാൽ ഇറാനിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് വേണം ഈ മിസൈലുകൾക്ക് ഇസ്രായേലിലെത്താൻ. അവിടെ നിന്നും വിട്ട ആ മിസൈലുകളിൽ ഏതാണ്ടൊരു 20-25% ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുകയും അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ ഹൈഫ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലെ പവർ പ്ലാന്റ് പൂർണ്ണമായും കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൻ ഗുരിയോൻ എയർപോർട്ടിന് കാര്യമായ തകരാറുകൾ പറ്റിയിട്ടുണ്ട്. US എംബസിക്ക് അടുത്ത് മിസൈൽ വീണ് എംബസി അടച്ചിട്ടിരിക്കുകയാണ്. ടെലവീവിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞു. മറ്റ് പലയിടങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു. എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് ഇറാൻ വിടുന്നത് പോലെ ഇസ്രായേൽ പുറത്തുവിടില്ല. ഇറാനിൽ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ ആൾക്കാരുടെ പേര് വിവരം സഹിതം പുറത്തുവിടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇസ്രായേലിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരാണ് മരിച്ചത്, ആർക്കൊക്കെ പരിക്ക് പറ്റി, ഈ വിവരങ്ങളൊന്നും പുറത്തു വരത്തില്ല. ഇറാനിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ കൊലപ്പെടുത്തിയപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ഇന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റ് മരിച്ചു, ഇന്ന ജനറൽ മരിച്ചു, ഇത്ര പട്ടാളക്കാർ മരിച്ചു, എല്ലാം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. 200 ചില്ലോൻ ആൾക്കാർ മരിച്ചു എന്നുള്ള കണക്ക് അവർ പുറത്തു വിടുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിൽ നിന്ന് നമുക്ക് ആ കണക്ക് കിട്ടുന്നില്ല. ഇസ്രായേൽ യഥാർത്ഥത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ പരിക്ക് പറ്റി, ഇതെല്ലാം വളരെയധികം സെൻസർ ചെയ്താണ് അവർ പുറത്തുവിടുന്നത്. അവർ പുറത്തുവിടുന്ന കള്ളക്കണക്ക് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആർക്കും അവിടെയും ഇവിടെയും ഒന്നും പറ്റരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ രണ്ട് രാജ്യങ്ങളുടെയും രീതികൾ ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നോക്കുമ്പോൾ, അതായത് മുൻകൂറായിട്ട് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകും എന്നറിഞ്ഞ് സകലവിധ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും ഇസ്രായേലിന് ഇറാനെ തടയാൻ സാധിച്ചില്ല എങ്കിൽ, ഇറാൻ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇസ്രായേൽ ചെയ്തതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഡയറക്റ്റ് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അവർക്ക് ഇത്രയേറെ തയ്യാറെടുക്കാനുള്ള സമയം കിട്ടിയിട്ടും, ഇത്രയേറെ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും, അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടായിട്ട് കൂടിയും ഇറാൻ മിസൈലുകളെ തടയാൻ സാധിക്കാതെ, സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ പോയെങ്കിൽ ഈ രാജ്യത്തിന്
എത്ര കരുത്തുണ്ട്, ഇവർക്ക് സ്വന്തം പൗരന്മാർക്ക് എങ്ങനെ സുരക്ഷ കൊടുക്കാൻ പറ്റും, ഈ രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു.